നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് സെലിബ്രിറ്റീസിന്റെ ആദ്യത്തെ ജോലികളെ പറ്റിയാണ്. ലിസ്റ്റിലായത് ജാക്കി ചാൻ ആണ്. ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്ന നടന്മാരിൽ ഒരാളാണ് ജാക്കി ചാൻ. ഓരോ സിനിമയ്ക്കും 450 കോടിയാണ് ജാക്കി ചാന്റെ സാലറി. എന്നാൽ ജാക്കി ചാന്റെ ആദ്യത്തെ ജോലി സിനിമയായിരുന്നില്ല. ജാക്കി ചാൻ സിനിമയ്ക്ക് മുമ്പ് ഒരു സൈറ്റിൽ കൺസ്ട്രക്ഷൻ വർക്കറായിട്ടായിരുന്നു ജോലി ചെയ്തിരുന്നത്. വളരെ ചെറുപ്പത്തിൽ ജാക്കി ചാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റായി അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ചെറിയ സീനുകളായിരുന്നു. പിന്നീട് ജാക്കി ചാന് സിനിമയിൽ അവസരങ്ങളെ ലഭിച്ചിരുന്നില്ല. കൺസ്ട്രക്ഷൻ വർക്കിങ്ങിനിടയിലും ജാക്കി ചാന് സിനിമയിൽ അഭിനയിക്കണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു. പതുക്കെ ജാക്കി ചാൻ സിനിമയിൽ സ്റ്റണ്ട് മാസ്റ്ററായിട്ട് ജോലിക്ക് കയറി. അവിടെ നിന്ന് ജാക്കി ചാൻ ചെറിയ ചെറിയ സീനുകളിൽ അഭിനയിച്ചു. പിന്നീട് മെയിൻ ക്യാരക്ടറിലേക്ക് വരികയും ശേഷമായിരുന്നു ജാക്കി ചാൻ നായകനായി മാറുന്നത്. അടുത്തത് വിജയണ്ണനാണ്. വിജയണ്ണന്റെ ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് സിനിമ തന്നെയായിരുന്നു. വിജയണ്ണന്റെ അച്ഛൻ ചന്ദ്രശേഖർ ഒരു സിനിമ ഡയറക്ടറാണ്. ഇദ്ദേഹം 1984 വെട്രി എന്ന സിനിമ ഡയറക്ട് ചെയ്തു. ഈ സിനിമയിലാണ് വിജയണ്ണൻ ആദ്യമായി അഭിനയിക്കുന്നത്. പിന്നീട് സിനിമ ഫീൽഡ് തന്നെ വിജയണ്ണൻ സെലക്ട് ചെയ്യുകയായിരുന്നു. ഇന്ന് വിജയണ്ണന്റെ സാലറി 100 കോടിക്ക് മുകളിലാണ്. അടുത്തത് ഡ്വിൻ ജോൺസൺ ആണ്. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്ന നടന്മാരിൽ ഒരാളാണ് ഡ്വിൻ ജോൺസൺ. 2016 വർഷത്തിൽ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങിയ നടനാണ് ഡ്വിൻ ജോൺസൺ. 2016 520 കോടിയായിരുന്നു ഇദ്ദേഹത്തിന്റെ സാലറി. ഡ്വിൻ ജോൺസൺ ഒരു നടനും റെസ്ലറാണെന്ന് നമുക്കറിയാം. എന്നാൽ ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ ജോലി ഇത് രണ്ടുമല്ല. തന്റെ 14-ാം വയസ്സിൽ ഒരു പിസ്സ ഷോപ്പിലെ ഡിഷ് വാഷറായിരുന്നു ഡ്വിൻ ജോൺസൺ. പിസ്സ ഷോപ്പിൽ വന്നിരുന്ന മുഴുവൻ പാത്രങ്ങളും ഡ്വിൻ ജോൺസൺ ഒറ്റയ്ക്കായിരുന്നു കഴുകിയിരുന്നത്. പതുക്കെ ഡ്വിൻ ജോൺസൺ തന്റെ അച്ഛൻ റോക്കി ജോൺസന്റെ ഫീൽഡായ റെസ്ലിംഗിലേക്ക് വരികയും റെസ്ലിംഗിൽ റോക്ക് എന്ന പേരിൽ എൻ്റർ ചെയ്യുകയും ചെയ്തു. റെസ്ലിംഗിൽ പോപ്പുലറായി മാറുകയും അവിടെ നിന്നായിരുന്നു ഡ്വിൻ ജോൺസൺ സിനിമയിലേക്ക് പോകുന്നത്. പിന്നീട് ബോളിവുഡ് സിനിമയിലെ വലിയൊരു സ്റ്റാറായി ഡ്വിൻ ജോൺസൺ മാറി. ഇപ്പോൾ ഈ വർഷം ഡ്വിൻ ജോൺസൺ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും റെസ്ലിംഗിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. അടുത്തത് സൂര്യണ്ണനാണ്. 1997 പുറത്തിറങ്ങിയ നേർക്കുനേർ എന്ന സിനിമയിലൂടെയാണ് സൂര്യണ്ണൻ ആദ്യമായി സിനിമയിലേക്ക് വരുന്നത്. ഈ സിനിമയിൽ വിജയണ്ണനും ഉണ്ടായിരുന്നു. എന്നാൽ സൂര്യണ്ണന്റെ ആദ്യത്തെ ജോലി സിനിമാ ഫീൽഡ് തന്നെയാണെങ്കിലും ആക്ടിംഗ് ആയിരുന്നില്ല. ഒരു ഫാക്ടറിയിൽ സിനിമകളുടെ കോസ്റ്റ്യൂം ഡിസൈനറായി ജോലി ചെയ്യുകയായിരുന്നു സൂര്യണ്ണൻ. സൂര്യണ്ണന്റെ അച്ഛൻ ശിവകുമാർ ഒരു നടനും സിനിമയുടെ വിഷ്വൽ എഡിറ്ററുമായിരുന്നു. ഇങ്ങനെയാണ് സൂര്യണ്ണനും സിനിമാ ഫീൽഡിലേക്ക് വരുന്നത്. ഇന്ന് സൂര്യണ്ണന്റെ സാലറി 50 കോടിക്ക് മുകളിലാണ്. അടുത്തത് അല്ലു അർജുനാണ്. 2003 പുറത്തിറങ്ങിയ ഗംഗോത്രി എന്ന സിനിമയിലൂടെയാണ് അല്ലു അർജുൻ ആദ്യമായി കടന്നു വരുന്നത്. എന്നാൽ സിനിമയിൽ വരുന്നതിന് മുമ്പ് അല്ലു അർജുൻ ഫാഷൻ ഡിസൈനറായും അനിമേറ്ററായും ജോലി ചെയ്തിട്ടുണ്ട്. ഇന്ന് അല്ലു അർജുന്റെ സാലറി 75 കോടി മുതൽ 100 കോടി രൂപ വരെയാണ്. അടുത്തത് ജോണി ഡെപ്പാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്ന നടന്മാരിൽ ഒരാളാണ് ജോണി ഡെപ്പ്. 350 കോടിയാണ് ജോണി ഡെപ്പിന്റെ ഓരോ സിനിമയുടെ സാലറി. ജോണി ഡെപ്പിന്റെ ആദ്യത്തെ ജോലിയും സിനിമയായിരുന്നില്ല. സിനിമയിൽ വരുന്നതിന് മുമ്പ് ഇദ്ദേഹം പമ്പിൽ ജോലി ചെയ്യുകയായിരുന്നു. അടുത്തത് അമിതാഭ് ബച്ചനാണ്. ലോകത്തിലെ തന്നെ 12ാമത്തെ റിച്ചസ്റ്റ് ആയിട്ടുള്ള നടനാണ് അമിതാഭ് ബച്ചൻ. സിനിമയിൽ വരുന്നതിന് മുമ്പ് അമിതാഭ് ബച്ചൻ ഒരു കൽക്കരി കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു. പിന്നീട് അമിതാഭ് ബച്ചൻ 1969 പുറത്തിറങ്ങിയ സാത്ത് ഹിന്ദുസ്ഥാനി എന്ന സിനിമയിൽ അഭിനയിച്ചു. പിന്നീട് പതുക്കെയാണ് അമിതാഭ് ബച്ചൻ വലിയൊരു സ്റ്റാറായി മാറുന്നത്. അടുത്തത് ഒരു നടനല്ല, ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള വ്യക്തിയായ ഇലോൺ മസ്ക് ആണ്. ഇന്ന് ഇലോൺ മസ്ക് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബിസിനസ്മാൻ ആണ്. എന്നാൽ 89 കാലങ്ങളിൽ ഇദ്ദേഹം ഫാമുകളിലും മില്ലിലും ക്ലീനറായി ജോലി ചെയ്യുകയായിരുന്നു. ഇന്ന് 24 ലക്ഷം കോടി രൂപയാണ് ഇദ്ദേഹത്തിന്റെ നെറ്റ്വർത്ത്. അടുത്തത് മമ്മൂക്കയാണ്. 1971 പുറത്തിറങ്ങിയ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടായിരുന്നു മമ്മൂക്ക ആദ്യമായി കടന്നിരുന്നത്. അത് ചെറിയൊരു സീനായിരുന്നു. പിന്നീട് ചാൻസുകളൊന്നും കിട്ടിയില്ല. പിന്നീട് മമ്മൂക്ക ലോ കോളേജ് പാസ്സായി പ്രാക്ടീസ് വരെ കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ സിനിമയോടുള്ള പേഷൻ മൂലം മമ്മൂക്ക വീണ്ടും സിനിമാ ഫീൽഡിൽ ചെറിയ റോളുകൾക്ക് വേണ്ടി പോവുകയാണ്. അങ്ങനെ വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന സിനിമയിൽ ചെറിയൊരു റോൾ ചെയ്തു. അവിടെ നിന്നാണ് മമ്മൂക്ക പതുക്കെ വലിയൊരു സ്റ്റാറായി മാറുന്നത്. അടുത്തത് രജനീകാന്ത് ആണ്. 1975 പുറത്തിറങ്ങിയ അപൂർവ രാഗങ്ങൾ എന്ന സിനിമയിലൂടെയാണ് രജനീകാന്ത് ആദ്യമായി കടന്നു വരുന്നത്. സിനിമയ്ക്ക് മുമ്പ് രജനീകാന്ത് പല ജോലികളും ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ജോലി ഒരു മില്ലിൽ അരിച്ചാക്ക് ചുമക്കലായിരുന്നു. ഓരോ ചാക്കിനും 20 പൈസയായിരുന്നു രജനീകാന്തിന് കിട്ടിയിരുന്നത്. ശേഷം 20ാം വയസ്സിൽ ബസ് കണ്ടക്ടറായി ജോയിൻ ചെയ്തു. ബാംഗ്ലൂർ ട്രാൻസ്പോർട്ട് സർവീസിലായിരുന്നു ഉണ്ടായിരുന്നത്. ഫ്രീ ടൈമിൽ സ്റ്റേജ് ഷോകൾ ചെയ്യുമായിരുന്നു. 23ാം വയസ്സിൽ മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആക്ടിംഗ് പഠിക്കാൻ ജോയിൻ ചെയ്തു. അവിടെ നിന്ന് പതുക്കെ അപൂർവ രാഗങ്ങൾ എന്ന സിനിമയിൽ വില്ലനായി അഭിനയിക്കുകയും പിന്നീട് പല റോളുകളിലൂടെ വലിയൊരു സ്റ്റാറായി മാറുകയായിരുന്നു. ഇന്ന് ഓരോ സിനിമയ്ക്കും രജനീകാന്തിന്റെ സാലറി 120 കോടിക്ക് മുകളിലാണ്. അടുത്തത് റെസ്ലർ ജോൺ സീനയാണ്. ജോൺ സീന എന്നൊരു റെസ്ലറും നടനുമാണ്. റെസ്ലിംഗിലേക്ക് വരുന്നതിന് മുമ്പ് ജോൺ സീന ലിമോ സർവീസിൽ ടാക്സി ഡ്രൈവറായിരുന്നു. പിന്നീട് 2002 ജോൺ സീന ആദ്യമായി റെസ്ലിംഗിലേക്ക് കടന്നു വരുന്നത്. അടുത്തത് വിൽ സ്മിത്ത് ആണ്. ഇന്ന് വേൾഡ് ഫേമസ് നടന്മാരിൽ ഒരാളാണ് വിൽ സ്മിത്ത്. എന്നാൽ വിൽ സ്മിത്തിന്റെ ആദ്യത്തെ ജോലിയും സിനിമയായിരുന്നില്ല. സിനിമയിൽ വരുന്നതിന് മുമ്പ് വിൽ സ്മിത്ത് ഒരു ഫ്രിഡ്ജ് ഇൻസ്റ്റാളറായിരുന്നു. ഇന്ന് ഓരോ സിനിമയ്ക്കും 400 കോടി രൂപയാണ് വിൽ സ്മിത്തിന്റെ സാലറി. അടുത്തത് ചിയാൻ വിക്രമാണ്. സിനിമയിൽ വരുന്നതിന് മുമ്പ് വിക്രം മോഡലിംഗ് ആയിരുന്നു ചെയ്തിരുന്നത്. ഇന്ന് 50 കോടിക്ക് മുകളിലാണ് വിക്രമിന്റെ ഓരോ സിനിമയുടെ സാലറി. അടുത്തത് അജിത്ത് ആണ്. ബൈക്കുകളോടും കാറുകളോടും വളരെ ക്രേസ് ഉള്ള ഒരു നടനാണ് അജിത്ത്. അജിത്തിന്റെ ആദ്യത്തെ ജോലിയും സിനിമയായിരുന്നില്ല. സിനിമയ്ക്ക് മുമ്പ് അജിത്ത് ഒരു മെക്കാനിക് ആയിരുന്നു. ഇന്ന് അജിത്തിന്റെ ഓരോ സിനിമ
സിനിമയുടെ സാലറി 80 കോടി മുതൽ 100 കോടി രൂപ വരെയാണ്. അടുത്തത് നമ്മുടെ തോർ നടനായിട്ടുള്ള ക്രിസ് ഹെംസ്വർത്ത് ആണ്. 2009 പുറത്തിറങ്ങിയ സ്റ്റാർ ട്രക്ക് എന്ന സിനിമയിലൂടെയാണ് ക്രിസ് ഹെംസ്വർത്ത് ആദ്യമായി കടന്നു വരുന്നത്. എന്നാൽ ക്രിസ് ഹെംസ്വർത്തിന്റെ ആദ്യ ജോലിയും സിനിമയായിരുന്നില്ല. സിനിമയിൽ വരുന്നതിന് മുമ്പ് ഇദ്ദേഹം ഒരു ഫാർമസി ക്ലർക്കായിരുന്നു. അടുത്തത് നിവിൻ പോളിയാണ്. 2010 പുറത്തിറങ്ങിയ മലർവാടി ആർട്സ് ക്ലബ് എന്ന സിനിമയിലൂടെയാണ് നിവിൻ പോളി ആദ്യമായി കടന്നു വരുന്നത്. എന്നാൽ നിവിൻ പോളിയുടെ ആദ്യ ജോലിയും സിനിമയായിരുന്നില്ല. സിനിമയിൽ വരുന്നതിന് മുമ്പ് ബാംഗ്ലൂരിലെ ഇൻഫോസിസ് കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു നിവിൻ പോളി. അടുത്തത് ദുൽഖർ സൽമാനാണ്. 2012 പുറത്തിറങ്ങിയ സെക്കൻഡ് ഷോ എന്ന സിനിമയിലൂടെയാണ് ദുൽഖർ ആദ്യമായി കടന്നു വരുന്നത്. എന്നാൽ സിനിമയിൽ വരുന്നതിന് മുമ്പ് ദുൽഖർ US-ലെ IT കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അടുത്തത് ടോം ക്രൂയിസ് ആണ്. ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നടന്മാരിൽ ഒരാളാണ് ടോം ക്രൂയിസ്. എന്നാൽ സിനിമയിൽ വരുന്നതിന് മുമ്പ് ടോം ക്രൂയിസ് ലോസ് ഏഞ്ചൽസിലെ ഒരു ഹോട്ടലിൽ വെയിറ്റർ ആയിട്ടായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അടുത്തത് വിജയ് സേതുപതിയാണ്. 2010 പുറത്തിറങ്ങിയ തെന്മേർക്ക് പർവ്വക്കാട്ടർ എന്ന സിനിമയിലൂടെയാണ് വിജയ് സേതുപതി ആദ്യമായി സിനിമയിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ വിജയ് സേതുപതിയുടെ ആദ്യ ജോലിയും സിനിമയായിരുന്നില്ല. സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് വിജയ് സേതുപതി സെയിൽസ്മാനായും അക്കൗണ്ടന്റായും ജോലി ചെയ്തിട്ടുണ്ട്. അടുത്തത് ആര്യയാണ്. 2005 പുറത്തിറങ്ങിയ അറിന്തും അറിയാമലും എന്ന സിനിമയിലൂടെയാണ് ആര്യ ആദ്യമായി കടന്നു വരുന്നത്. എന്നാൽ ആര്യയുടെ ആദ്യ ജോലിയും സിനിമയായിരുന്നില്ല. ആര്യ ഒരു അസിസ്റ്റന്റ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി വർക്ക് ചെയ്തിരുന്നു. അടുത്തത് ആപ്പിൾ കമ്പനിയുടെ ഫൗണ്ടർ ആയിട്ടുള്ള സ്റ്റീവ് ജോബ്സ് ആണ്. ആപ്പിൾ കമ്പനി തുടങ്ങുന്നതിന് മുമ്പ് സ്റ്റീവ് ജോബ്സ് വീഡിയോ ഗെയിംസിന്റെ ഗ്രാഫിക് ഡിസൈനർ ആയിരുന്നു. അടുത്തത് നയൻതാരയാണ്. 2003 പുറത്തിറങ്ങിയ മനസ്സിനക്കര എന്ന സിനിമയിലൂടെയാണ് നയൻതാര ആദ്യമായി സിനിമയിലേക്ക് കടന്നു വരുന്നത്. പിന്നീട് 2005 തമിഴിൽ അയ്യ എന്ന സിനിമയിൽ അഭിനയിച്ചു. എന്നാൽ നയൻതാരയുടെ ആദ്യ ജോലിയും സിനിമയായിരുന്നില്ല. സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് നയൻതാര മോഡലിംഗ് ചെയ്തിട്ടുണ്ട്. അതുപോലെ TV ചാനലിൽ അവതാരികയായും വർക്ക് ചെയ്തിട്ടുണ്ട്. മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാനായിട്ട് നമുക്കൊരു പ്ലാസ്റ്റിക് സർജൻ്റെ ആവശ്യം കൂടിയേ തീരും. ബ്യൂട്ടി കോൺടെസ്റ്റിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ പ്ലാസ്റ്റിക് സർജൻ്റെ സഹായം തേടിയേ തീരും. പക്ഷെ നമ്മളൊന്നും ബ്യൂട്ടി കോൺടെസ്റ്റിൽ പോകുന്നില്ല. എന്നാലും നമുക്കൊരു പ്ലാസ്റ്റിക് സർജൻ്റെ അഡ്വൈസ് ആവശ്യമാണ്. അപ്പോൾ ഇന്നത്തെ ഹെൽത്ത് അഡ്വൈസറിലൂടെ ഞങ്ങൾ നിങ്ങൾക്കൊരു പ്ലാസ്റ്റിക് സർജനെ പരിചയപ്പെടുത്തുന്നു. ഇന്നത്തെ ഹെൽത്ത് അഡ്വൈസ് നമുക്കൊന്ന് കണ്ടെത്താം. അടുത്തത് റെസ്ലർ റോമൻ റൈൻസ് ആണ്. റെസ്ലിംഗിലേക്ക് വരുന്നതിന് മുമ്പ് റോമൻ റൈൻസ് ഒരു സോസർ പ്ലെയർ ആയിരുന്നു. അടുത്തത് കാർത്തിയാണ്. 2007 പുറത്തിറങ്ങിയ പരുതി വീരൻ എന്ന സിനിമയിലൂടെയാണ് കാർത്തി ആദ്യമായി കടന്നു വരുന്നത്. സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് കാർത്തി മണിരത്നത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. ഡയറക്ഷൻ അറിയാമെങ്കിലും കാർത്തി ഇതുവരെ സിനിമ ഡയറക്ട് ചെയ്തിട്ടില്ല. റെയ്ഡ് എന്നൊരു സിനിമ ഡയറക്ട് ചെയ്യാൻ കാർത്തി പ്ലാൻ ചെയ്യുന്നുണ്ട്. അടുത്തത് അക്ഷയ് കുമാറാണ്. 1987 പുറത്തിറങ്ങിയ ആജ് എന്ന സിനിമയിലൂടെയാണ് അക്ഷയ് കുമാർ ആദ്യമായി കടന്നു വരുന്നത്. സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് അക്ഷയ് കുമാർ ഷെഫായും വെയിറ്ററായും ജോലി ചെയ്തിട്ടുണ്ട്. പിന്നീട് ബാങ്കോക്കിൽ വെച്ച് മാർഷൽ ആർട്സ് പഠിച്ചു. ശേഷം മാർഷൽ ആർട്സ് സ്കൂൾ തുടങ്ങി. പിന്നീട് ഇന്ത്യയിലേക്ക് വരികയും ആജ് എന്ന സിനിമയിലേക്ക് സെലക്ട് ആവുകയും ചെയ്തു. പിന്നീട് പല റോളുകളിലൂടെ അക്ഷയ് കുമാർ വലിയൊരു സ്റ്റാറായി മാറി. അടുത്തത് ഷാരൂഖ് ഖാനാണ്. ഒറ്റയ്ക്ക് ബോളിവുഡിൽ കടന്നു വന്ന് ബോളിവുഡിന്റെ തന്നെ കിങ്ങായി മാറിയ ഒരു നടനാണ് ഷാരൂഖ് ഖാൻ. ചെറുപ്പത്തിൽ തന്നെ ബോംബെയിലേക്ക് വണ്ടി കയറി ടിക്കറ്റ് വിൽക്കുന്ന ജോലികൾ ചെയ്തും ക്ലീനിങ് ജോലികൾ ചെയ്തും ഷാരൂഖ് ഖാൻ 6 വർഷങ്ങൾ നടന്നു. പിന്നീട് 1988 ദിൽദാരി എന്ന സീരിയലിന്റെ ഓഡീഷൻ ലഭിച്ചു. ഈ സീരിയലിൽ നന്ദു എന്നായിരുന്നു ഷാരൂഖ് ഖാന്റെ ക്യാരക്ടറിന്റെ പേര്. പിന്നീട് 1989 ഉമ്മീദ് എന്ന മറ്റൊരു സീരിയലിൽ അഭിനയിച്ചു. ഇതിൽ ഷാരൂഖ് ഖാൻ ഒരു ബാങ്ക് മാനേജർ ക്യാരക്ടറായിരുന്നു. ബാങ്ക് ബാബു എന്നായിരുന്നു ക്യാരക്ടറിന്റെ പേര്. സെയിം വർഷം തന്നെ മഹാൻ ഗാർഡ്സ് എന്ന സീരിയൽ അഭിനയിച്ചു. കൻവർ സിംഗ് എന്നായിരുന്നു ക്യാരക്ടറിന്റെ പേര്. പിന്നീട് വാഗിൾ കി ദുനിയ എന്ന സീരിയൽ അഭിനയിച്ചു. പിന്നീട് സർക്കസ് എന്ന സീരിയൽ അഭിനയിച്ചു. പിന്നീട് ഫൗജി എന്ന സീരിയൽ അഭിനയിച്ചു. ഇവിടെ നിന്നായിരുന്നു ഷാരൂഖ് ഖാൻ ദീവാന എന്ന സിനിമയിൽ അഭിനയിക്കുന്നത്. ഈ സിനിമ വലിയൊരു വിജയം നേടി. പിന്നീട് പല സിനിമകളിൽ അഭിനയിച്ച് ഷാരൂഖ് ഖാൻ ബോളിവുഡിന്റെ തന്നെ കിങ്ങായി മാറി. അടുത്തത് ലാലേട്ടനാണ്. 1978 പുറത്തിറങ്ങിയ തിരനോട്ടം എന്ന സിനിമയാണ് ലാലേട്ടന്റെ ആദ്യത്തെ സിനിമ. പക്ഷേ ഈ സിനിമ പല കാരണങ്ങൾ കൊണ്ട് റിലീസായില്ല. പിന്നീട് 1980 മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിൽ വില്ലൻ ക്യാരക്ടർ ചെയ്തു. പക്ഷേ 70 കാലങ്ങളിൽ ലാലേട്ടൻ ഒരു ഗുസ്തി ചാമ്പ്യനായിരുന്നു. പല ഗുസ്തി ഗെയിംസിലും ലാലേട്ടൻ വിന്നറായിട്ടുണ്ട്.